We will discuss about orthogonal eigenvectors. Before that, we will discuss inner product, dot product, etc. നമുക്ക് ഓൾറെഡി ഇന്നർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വെക്ടറിന്റെ കേസിൽ അറിയാവുന്നതാണ് അല്ലേ. വി നോ ദാറ്റ് ഇൻ ആറിനിൽ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ഡോട്ട് പ്രൊഡക്റ്റ്. ഇന്നർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എടുക്കാം. ആറിലെ രണ്ട് വെക്ടേഴ്സ് ഓഫ് ടു വെക്ടേഴ്സ്. ഫസ്റ്റ് വെക്ടർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. അത് ആറിലാണല്ലോ, അപ്പോൾ x1 x2 എക്സെട്ര xn ഉണ്ടാവും. ആൻഡ് y എന്ന് പറയുന്നത് y1 y2 എക്സെട്ര yn ആയിട്ട് എടുക്കാം. ഈസ് ഗിവൺ ബൈ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ഓരോ കറസ്പോണ്ടിങ് എലമെന്റുകളുടെ പ്രൊഡക്റ്റ് എടുത്ത് ആഡ് ചെയ്ത് പോവാം. അതായിരുന്നു നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ്. ഇവിടെ x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn yn. അപ്പൊ ഇതാണ് നമ്മുടെ സാധാ വെക്ടറിന്റെ കേസിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ എക്സും വൈ എന്ന് പറയുന്നത് നമ്മൾ വെക്ടർ ആയിട്ടല്ല മെട്രിക്സ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ, എന്നുവെച്ചാൽ ഒരു കോളം മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ എക്സിനെ വൈനെ എഴുതുന്നതെന്ന് വിചാരിക്കാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ n/1 കോളം വെക്ടേഴ്സ് ആയിട്ട് എഴുതാം. കോളം വെക്ടേഴ്സ് ആണ് ശരിക്കും. എന്നുവെച്ചാൽ എങ്ങനെ കോളം വെക്ടേഴ്സ് എഴുതാം? എക്സ് ഈക്വൽ ടു x1 x2 ഇങ്ങനെ മെട്രിക്സ് ആയിട്ട് വരാം. xn ആൻഡ് y ഈക്വൽ ടു y1 y2 എക്സെട്ര yn. അപ്പൊ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കാണും? മെട്രിക്സിന്റെ ടേമിൽ നമ്മൾ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇത് വെക്ടറിന്റെ കേസിലാണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എഴുതാൻ നമുക്കറിയാം ഇങ്ങനെയാണെന്ന്. ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുക. ഇനി മെട്രിക്സിന്റെ കേസിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കാണും? അപ്പൊ എക്സും വൈ ഇതാണെങ്കിൽ ദെൻ എക്സ് ഡോട്ട് വൈ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, എക്സ് ട്രാൻസ്പോസ് വൈ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ? ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് വൈയു ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കുക. മെട്രിക്സ് അല്ലേ, മെട്രിക്സ് ആകുമ്പോൾ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് വൈ ആയിരിക്കും. അതെന്തായിരിക്കും? എക്സ് ട്രാൻസ്പോസ് വൈ എന്ന് പറഞ്ഞാൽ x1 into y1 x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര xn yn. സെയിം ആൻസർ സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്മൾ മെട്രിക്സിന്റെ കേസ് ആകുമ്പോൾ എക്സ് ട്രാൻസ്പോസ് വൈ ആണെന്ന് പറഞ്ഞു എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് ട്രാൻസ്പോസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈ ട്രാൻസ്പോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം അല്ലേ കോളം വെക്ടറിന്റെ കേസിൽ അല്ലേ. അപ്പോൾ ഫോർ ദ given column vectors x transpose y equal to y transpose x ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. എക്സ് ഡോട്ട് വൈനെ നമുക്ക് y ട്രാൻസ്പോസ് എക്സ് എന്ന് എഴുതാം. ഇവിടെ ഈ കേസിൽ എഴുതാം കേട്ടോ, വേറെ കേസിൽ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ ഈ കോളം വെക്ടേഴ്സിന്റെ കേസിൽ നമുക്ക് എക്സ് ട്രാൻസ്പോസ് വൈക്ക് പകരം y ട്രാൻസ്പോസ് എക്സ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത് നമ്മൾ ഇപ്പൊ ഇതാണ് നമ്മുടെ വെക്ടർ കോളം വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെട്രിക്സിന്റെ ഫോമിൽ എഴുതുമ്പോൾ ഉള്ളതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ 2 പോയിന്റ് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഓർത്തോഗണൽ ആണെന്ന് പറയുന്നത് എപ്പോഴാ? രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് എപ്പോഴായിരുന്നു പറയാ? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇവിടെയും ഓർത്തോഗണൽ വെക്ടേഴ്സ് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് എഴുതാം. 2 column vectors
ടു കോളം വെക്ടേഴ്സ്, നമ്മളിവിടെ എടുത്ത വെക്ടേഴ്സ് തന്നെ എഴുതാം. എക്സ് ആൻഡ് വൈ ആർ സെഡ് ടു ബി ഓർത്തോഗണൽ if x dot y equal to 0. x dot y equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടറിന്റെ കേസിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ട്രാൻസ്പോസ് y equal to 0 ആണ് മെട്രിക്സിന്റെ കേസിൽ. ഇനി ഇവിടെ മെട്രിക്സിന്റെ കേസിലെ നോം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഒരു കോളം വെക്ടറിന്റെ കേസിലായാലും ഏത് വെക്ടറിന്റെ കേസിലായാലും ദ നോം, ഇതൊക്കെ ഓരോ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഓർത്തോഗണൽ എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ദ നോം ഓഫ് എ കോളം വെക്ടർ. നോം എന്തായിരുന്നു? നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്യുക. നോം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് ഡോട്ട് എക്സ് ആണ്. എന്നാൽ ഡയറക്റ്റ് നമുക്ക് എഴുതാം, റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ ആണ് നോം ഓഫ് ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ. ആ വെക്ടറിന്റെ ലെങ്ത് ആണ് നമ്മൾ നോമായിട്ട് കാണാം. അപ്പൊ നോം എന്ന് പറഞ്ഞത് ഇതാണ്. ഒരു വെക്ടർ ഓർത്തോഗണലാന്ന് പറയുന്നപ്പോഴാണ് എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് 0 ആകുമ്പോൾ. മെട്രിക്സിന്റെ കേസിലാണെങ്കിൽ എക്സ് ട്രാൻസ്പോസ് വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഇനി നമുക്കൊരു തിയറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം എന്താ നോക്കാം. Let A be an n by n symmetric matrix. Symmetric matrix. Then eigenvectors corresponding to distinct eigenvalues are orthogonal. എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ സിമെട്രിക് മെട്രിക്സിലെ ആ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എടുക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസ് എടുക്കുക. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ എടുക്കുക. അടുത്ത ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എടുക്കുക. ആ രണ്ട് ഐഗൺ വെക്ടറുകളും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആർ ഓർത്തോഗണൽ. അപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടറുകൾ ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. നമ്മൾ എ എന്ന് പറയുന്നതാണ് സിമെട്രിക് മെട്രിക്സ്. എ എന്ന് പറയുന്നത് n by n സിമെട്രിക് മെട്രിക്സ് ആണ്. അതിൻ്റെ രണ്ട് ഐഗൺ വാല്യൂസ് എടുക്കാം. അപ്പോൾ ലെറ്റ് λ1 λ2 എന്ന് പറഞ്ഞെടുക്കാം. ലെറ്റ് λ1 ആൻഡ് λ2 ബി ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആണ്. λ1 നോട്ട് ഈക്വൽ ടു λ2 ആണ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ഓഫ് മെട്രിക്സ് എ. ലെറ്റ് λ1 and λ2 be distinct eigenvalues of A and corresponding eigenvectors are k1 and k2. λ1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള k1 ഉം λ2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള k2. അതിൻ്റെ കറസ്പോണ്ടിങ് eigenvectors are k1 and k2 respectively. Then by definition വെച്ച് നമുക്ക് എന്ത് എഴുതാം? Then by definition we have ak1 equal to λ1 k1 and ak2 equal to λ2 k2. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ak1 equal to λ1 k1 and ak2 equal to λ2 k2. ഇനി നമ്മളത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് അതിനെ മാറ്റി മാറ്റി നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ദെൻ ak1 ഈക്വൽ ടു λ1 k1. അപ്പോൾ ഈ ഇക്വേഷന് രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കാം. ടേക്കിംഗ് ട്രാൻസ്പോസ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ak1 all transpose equal to
ലാംഡ 1 K1 ഓൾ ട്രാൻസ്പോസ്. അതിന് എന്ത് കിട്ടും? ഇതെന്ന് പറഞ്ഞാൽ K1 ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു ലാംഡ 1ന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ലാംഡ 1 തന്നെ, ലാംഡ 1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട്, ഇൻറ്റു K1 ട്രാൻസ്പോസ്. ഇനി നമുക്ക് K1 ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു ലാംഡ 1 K1 ട്രാൻസ്പോസ് കിട്ടി. നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് സിമെട്രിക് ആണല്ലോ, സിമെട്രിക് അല്ലേ? എ എന്ന് പറഞ്ഞ മെട്രിക്സ് സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ ട്രാൻസ്പോസിന് പകരം എ എഴുതാം. അപ്പൊ K1 ട്രാൻസ്പോസ് എ ഈക്വൽ ടു ലാംഡ 1 K1 ട്രാൻസ്പോസ് കിട്ടും. എന്തുകൊണ്ടാണ്? സിൻസ് എ ഈസ് സിമെട്രിക്. എ സിമെട്രിക് ആയതുകൊണ്ട് എന്താ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻ്റെ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? K2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ്റെ ബോത്ത് സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? K2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ K1 ട്രാൻസ്പോസ് എ K2 ഈക്വൽ ടു ലാംഡ 1 K1 ട്രാൻസ്പോസ് K2. സിൻസ് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ചെയ്ത ഈ സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈങ് ഓൺ ദ റൈറ്റ് ബൈ K2. ഇനി നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, A K2 ഈക്വൽ ടു ലാംഡ 2 K2 അല്ലേ? അപ്പൊ ഇവിടുത്തെ ഈ A K2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ലാംഡ 2 K2 കൊടുക്കാം. ഈ A K2ന് പകരം നമ്മൾ ലാംഡ 2 K2 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? K1 ട്രാൻസ്പോസ് ലാംഡ 2 K2 ഈക്വൽ ടു ലാംഡ 1 K1 ട്രാൻസ്പോസ് K2. കാരണം നമുക്കറിയാം സിൻസ് A K2 ഈക്വൽ ടു ലാംഡ 2 K2. നമുക്ക് ഈ ലാംഡ 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഫ്രണ്ടിലേക്ക് എടുക്കാം. അപ്പോൾ ലാംഡ 2 K1 ട്രാൻസ്പോസ് K2 ഈക്വൽ ടു ലാംഡ 1 K1 ട്രാൻസ്പോസ് K2. അപ്പോൾ ഇതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? K1 ട്രാൻസ്പോസ് K2 രണ്ടിടത്തും കോമൺ ആണ്. അപ്പോൾ നമ്മൾ അതിനെ കോമൺ ആയിട്ട് എടുത്ത് ലാംഡ 2 മൈനസ് ലാംഡ 1 K1 ട്രാൻസ്പോസ് K2 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് 0 കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. ഇവിടെ ലാംഡ 2 മൈനസ് ലാംഡ 1 0 ആവുമോ? ലാംഡ 2 മൈനസ് ലാംഡ 1 0 ആയാൽ എന്താവും? ലാംഡ 2 ഈക്വൽ ടു ലാംഡ 1 ആവും. അതൊരിക്കലും ശരിയാവില്ല. കാരണം എന്താ? ലാംഡ 1 ലാംഡ 2 ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആണ്. അപ്പോൾ ഇത് 0 ആവില്ല, ഇതേ 0 ആവുള്ളൂ. വിച്ച് ഇംപ്ലൈസ് K1 ട്രാൻസ്പോസ് K2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? ലാംഡ 2 സിൻസ് ലാംഡ 1 നോട്ട് ഈക്വൽ ടു ലാംഡ 2 രണ്ട് ഡിസ്റ്റിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് 0 എന്ന് പറയാൻ പറ്റില്ല, ഇത് മാത്രമേ 0 ആവുള്ളൂ. അപ്പോൾ K1 ട്രാൻസ്പോസ് K2 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? K1 ട്രാൻസ്പോസ് K2 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ K1 ഡോട്ട് K2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ K1ഉം K2ഉം ഓർത്തോഗണൽ. ഹെൻസ് K1 ആൻഡ് K2 ആർ ഓർത്തോഗണൽ. നമുക്ക് തിയറത്തിന്റെ പ്രൂഫായി. നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എല്ലാ കാര്യവും ഐഡിയാസ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഈ മെട്രിക്സ്. ഈ മെട്രിക്സ് സിമെട്രിക് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റോയിനെ കോളാക്കി എഴുതാം. 8 - 6 2. അടുത്ത റോയിനെ കോളാക്കി എഴുതാം. -6 7 -4 2
-4 3. സെയിം അല്ലേ, രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആണ്. അപ്പോൾ അത് സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി ഇതിൻ്റെ ഐഗൺ വാല്യൂസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. λ1 ഈക്വൽ ടു 0, λ2 ഈക്വൽ ടു 3, λ3 ഈക്വൽ ടു 15. ഇതാണ് ഐഗൺ വാല്യൂസ് ഈ മെട്രിക്സിൻ്റെ. നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞ തിയറാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് തിയറം ശരിയാണെന്ന് എക്സാമ്പിളിലൂടെ ചെയ്ത് നോക്കാൻ വേണ്ടി പോകാം. പിന്നെ ഇവിടുത്തെ ഐഗൺ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പോവാം. അതിൻ്റെ ഐഗൺ വെക്ടേഴ്സ് 1 2 2, λ2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ -2 -1 2. നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ അവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഏത് കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തത്, 2 -2 1. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ 3 ഐഗൺ വെക്ടേഴ്സ്. അപ്പം ഇനി എന്ത് ചെയ്യണം? ഓർത്തോഗണൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് രണ്ടെണ്ണം ഡിസ്റ്റിങ്ക്റ്റാണ്. അപ്പം അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ K1 ഡോട്ട് K2 ചെയ്യാം. K1 ഡോട്ട് K2 എന്ന് പറഞ്ഞാൽ എന്താ? K1 ട്രാൻസ്പോസ് K2 അല്ലേ? അപ്പോൾ K1 ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1 2 2 ഇൻറ്റു -2 -1 2. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, അല്ല മൾട്ടിപ്ലൈ ചെയ്യുക, മെട്രിക്സ് ആണ്. 1 ഇൻറ്റു -2 -2, 2 ഇൻറ്റു -1 -2, 2 ഇൻറ്റു 2 +4, -4 +4 0 കിട്ടിയല്ലോ. അടുത്തത് K1 ഡോട്ട് K3 എന്ന് പറഞ്ഞാൽ K1 ട്രാൻസ്പോസ് K3 അല്ലേ? അപ്പോൾ K1 ട്രാൻസ്പോസ് 1 2 2, K3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 -2 1. ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക. 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു -2 -4, 2 ഇൻറ്റു 1 +2, ഇതും 0. ഇനി അടുത്ത വെക്ടർ എടുക്കുക. 3 ഐഗൺ വാല്യൂസ് 3 വെക്ടറേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതാ മൾട്ടിപ്ലൈ ചെയ്യാത്തത്? K1 K3 എടുത്തു, K1 K2 എടുത്തു, K2 K3. അപ്പോൾ K2 ഡോട്ട് K3 എന്ന് പറഞ്ഞാൽ K2 ട്രാൻസ്പോസ് K3 വരും അല്ലേ? അപ്പോൾ K2 ട്രാൻസ്പോസ് എന്താ? -2 -1 2, K3 എന്ന് പറയുന്നത് 2 -2 1. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു 2 -4, -1 ഇൻറ്റു -2 +2, 2 ഇൻറ്റു 1 +2, അതും 0 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ ഇങ്ങനെ 3 ഡോട്ട് പ്രൊഡക്റ്റുകളെ ഇതിലുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം the eigenvectors corresponding to distinct eigenvalues are orthogonal. Therefore, the eigenvector corresponding to the distinct eigenvalues are orthogonal. നമുക്കിവിടെ കിട്ടിയല്ലോ. നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നോക്കി നമുക്ക് ആ പ്രൂഫ് വാലിഡ് ആണെന്ന് നമുക്ക് കിട്ടി.